കാൽനൂറ്റാണ്ട് മുമ്പ് ആലപ്പുഴ രാമങ്കരിയിൽ നിന്ന് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ബംഗളൂരുവിലേക്ക് നാടുവിട്ടു. അയാളുടെ പേര് ടോമി എ വർഗീസ് എന്നായിരുന്നു. 25 വർഷം മുമ്പ് തൊഴിൽ തേടി നാടുവിട്ട ചെറുപ്പക്കാരനാണ് ടോമി എ വർഗീസ്. ഡിവൈഎഫ്ഐക്കാരനായിരുന്നു. അദ്ദേഹം ഡിവൈഎഫ്ഐയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ബൂത്തിൽ കോൺഗ്രസുകാരുമായി ഉണ്ടായ അടിപിടിയിൽ കോൺഗ്രസുകാരെ അടിച്ച് നിലംപരിശാക്കിയ നേതാവും വിപ്ലവ വീര്യമൊക്കെ ആയിരുന്നു. അന്നേ ദൂർത്ത്, അതായത് സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളുകളെ പോലെ ജീവിക്കണമെന്ന അതിയായ മോഹം ഈ ടോമിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് പാർട്ടി ബന്ധമൊക്കെ ഉപേക്ഷിച്ച് നേരെ കാൽനൂറ്റാണ്ട് മുമ്പ് തന്നെ ബംഗളൂരുവിലേക്ക് കുടിയേറിയത്. അവിടെ പോയി വിവാഹമൊക്കെ കഴിഞ്ഞു. ഷിനി ടോമി എന്ന യുവതിയുമായി കല്യാണം കഴിഞ്ഞു. അവിടെ അവർ ഒരു ചിട്ടി കമ്പനി തുടങ്ങി. A&A ചിട്ടി ആൻഡ് ഫിനാൻസ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. അവിടെയുള്ള മലയാളി അസോസിയേഷനുകളുമായി അടുത്ത ബന്ധം ടോമി പുലർത്തി. അതായത് കേരളത്തിൽ നിന്ന് നാടുവിട്ടുപോയ ടോമി ബംഗളൂരുവിലെത്തി. അവിടെ കല്യാണം കഴിഞ്ഞു. അവിടെ വെച്ച് ചെയ്തത് A&A എന്ന ചിട്ടി കമ്പനി തുടങ്ങി. ഇവിടുത്തെ ഡിവൈഎഫ്ഐ ബന്ധം അറിയാം, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനമൊക്കെ അറിയാവുന്നത് കൊണ്ട് അവിടെ പോയി മലയാളി അസോസിയേഷനുകളുമായും അതുപോലെ തന്നെ പള്ളികളുമായും, ക്രിസ്ത്യൻ പള്ളികളുമായും അടുത്ത ബന്ധം പുലർത്തി. ആളുകളെ നന്നായി ക്യാൻവാസ് ചെയ്തു. ക്രിസ്ത്യൻ പള്ളികളിൽ അത്യാവശ്യം സ്പോൺസർഷിപ്പ് ഒക്കെ നടത്തി പരിപാടികൾ ഗംഭീരമാക്കാൻ ഒപ്പം നിന്നു. പരിപാടികളിൽ സജീവമായി കുടുംബസമേതം പങ്കെടുത്തു. അങ്ങനെ ആളുകളെ ഈ ചിട്ടി കമ്പനിയിലേക്ക് ആകർഷിച്ചു. ചിട്ടി കമ്പനിക്ക് ഗംഭീര പരസ്യങ്ങൾ നൽകി. പരസ്യം എന്ന് പറഞ്ഞാൽ ഇത് RBIയുടെ ചട്ടങ്ങളും നിയമവ്യവസ്ഥകളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഇത് ചിട്ടി, നിങ്ങളുടെ നിക്ഷേപമൊക്കെ നിക്ഷേപത്തിനുള്ള രജിസ്ട്രാറുടെ കീഴിലാണ് ഈ നിക്ഷേപങ്ങൾ വരുന്നത്. ഒരിക്കലും ഈ തുക നഷ്ടപ്പെട്ടു പോകില്ല എന്നൊക്കെ നല്ല പരസ്യമൊക്കെ കൊടുത്തപ്പോൾ ധാരാളം ആളുകൾ ഈ ടോമിയുടെ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. 25 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ആദ്യഘട്ടങ്ങളിലൊക്കെ ഈ നിക്ഷേപിക്കുന്ന കാലാവധി കഴിയുമ്പോൾ നിക്ഷേപത്തുക, പലിശ അതൊക്കെ കൊടുക്കുന്നു. ഇതിനിടയിൽ നിക്ഷേപത്തുക ഇരട്ടിയായിട്ടൊക്കെ തിരിച്ചു കൊടുക്കാമെന്ന വാഗ്ദാനങ്ങൾ വരുമ്പോൾ ആളുകളോട് പറയും, നിങ്ങൾ നിങ്ങളുടെ തുക എടുത്തിട്ട് ബാക്കി തുക അടുത്ത പുതിയ പ്ലാനിൽ നിക്ഷേപിക്കുക, അതിൽ കുറെ കൂടി മെച്ചമുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു പ്ലാനിൽ ഇവരെ കൊണ്ട് തന്നെ നിക്ഷേപിക്കുക. അങ്ങനെ ചിട്ടി കമ്പനി ക്രമേണ വളർന്ന് പന്തലിച്ചു. ഏകദേശം 100 കോടി രൂപയിലധികം ടേൺ ഓവർ കിട്ടുന്ന തരത്തിലേക്ക് വളർന്നു. അപ്പോഴും രാമങ്കരിയിലേക്ക് ഈ ടോമി വരാറുണ്ടോ എന്ന് ചോദിച്ചാൽ AC റോഡിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിലുള്ള ഒരു വീടുണ്ട്. അത് അനാഥമായി കിടക്കുകയാണ്, നോക്കാൻ ആളില്ലാതെ. അപ്പോൾ തന്നെ അറിയാം, ടോമിയുടെ സഹോദരനോ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. ടോമി 2 വർഷത്തിന് മുമ്പാണ് അവസാനമായി രാമങ്കരിയിൽ വന്നുപോയത്. ഈ കഥ ഞാൻ പറയുന്നത് ബംഗളൂരുവിലെ ചിട്ടിത്തട്ടിപ്പിനെ കുറിച്ചാണ്. ചിട്ടിത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കർണാടക പോലീസും കേരള പോലീസും ഒക്കെ രാമങ്കരിയിൽ ടോമിയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു. ആ അന്വേഷണത്തിന്റെ പൊടിപ്പും തൊങ്ങലുമൊക്കെ ഞങ്ങൾക്കും ചോർന്ന് കിട്ടുമല്ലോ. ആ ചോർന്ന് കിട്ടിയ വിവരമാണ് പറയുന്നത്. കാൽനൂറ്റാണ്ട് മുമ്പാണ് ടോമി ബംഗളൂരുവിലേക്ക് കുടിയേറിയത്. അവിടെ ചിട്ടി കമ്പനി തുടങ്ങി. ഏകദേശം 100 കോടി രൂപയുടെ ആസ്തിയൊക്കെ, വരുമാനമൊക്കെ ആയപ്പോൾ ടോമിക്ക് ഒരു മോഹം, എന്തിന് ആളുകളെ സേവിക്കണം, ഇനി അങ്ങ് മുങ്ങിയാലോ. അപ്പോഴേക്കും മക്കളൊക്കെ വലുതായി. ഒരു മകൾ ബംഗളൂരുവിൽ തന്നെയാണ് താമസം, ഒരു മകൻ ഗോവയിൽ സെറ്റിലായി, മറ്റൊരു മകൻ കാനഡയിൽ സെറ്റിലാണ്. അപ്പോൾ 3 മക്കളെയും എത്തേണ്ട സ്ഥലത്തൊക്കെ എത്തിച്ചു. ഇനിയിപ്പോൾ എന്തിനാണ് ഈ ചിട്ടി കമ്പനിയും പിടിച്ചുകൊണ്ട് ബംഗളൂരിൽ ഇരിക്കുന്നത്, നമുക്കൊന്ന് പലായനം ചെയ്തുകൂടെ, യൂറോപ്പിലൊക്കെ പോയി താമസിച്ചാൽ പോരെ എന്ന് ഷിനിയും അതുപോലെ തന്നെ ടോമിയും വിചാരിക്കുന്നു. അതിന് ആരംഭം എങ്ങനെ തുടങ്ങണം എന്നതിന് ആക്കം കൂട്ടിയത് ശരിക്കും പറഞ്ഞാൽ 3 മാസം മുമ്പ് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു, ജൂലൈയിൽ ഞാൻ നിക്ഷേപിച്ച തുക എനിക്ക് തിരിച്ചു തരണം. ചെറിയ തുകയല്ല, 70 ലക്ഷം. 70 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരാളുടെയാണ് 70 ലക്ഷം. അതുപോലെ 1 ലക്ഷം മുതൽ ഏകദേശം 4.5 കോടി രൂപ വരെ ഈ A&A എന്ന ചിട്ടി കമ്പനിയിൽ നിക്ഷേപിച്ച പാവം കർണാടകക്കാരുമുണ്ട്, മലയാളികളുമുണ്ട്. ഈ തിങ്കളാഴ്ച വരെ, ഞായറാഴ്ച വരെ 269 കേസായിരുന്നു. തിങ്കളാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കും ടോമിക്കെതിരെയുള്ള തട്ടിപ്പ് കേസുകളുടെ എണ്ണം 289 കൂടിയിട്ടുണ്ട്. അങ്ങനെ ടോമിയോട് ഈ അപ്പാപ്പൻ വന്നിട്ട് ചോദിക്കുന്നു, എന്താണ്, എനിക്കൊരു 70 ലക്ഷം രൂപ നിക്ഷേപത്തുക ലഭിക്കാനുണ്ട്, ജൂലൈയിൽ വേണം. 3 മാസം മുമ്പാണ് ഈ അപ്പാപ്പൻ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വന്ന തുക ആവശ്യപ്പെടുന്നത്. അപ്പോൾ ശരി, എല്ലാം ശരിയാക്കാം എന്ന് ടോമി വളരെ ചതുരവടിവുള്ള ഭാഷയിൽ അപ്പാപ്പനെ സമാധാനപ്പെടുത്തി തിരിച്ചു വിട്ടു. പക്ഷേ ജൂലൈ ആദ്യവാരം കാശ് വാങ്ങാൻ ചെന്നപ്പോൾ അപ്പാപ്പൻ ഗോവിന്ദ അടിച്ചു. എന്താണ്, കാശുമില്ല, ബാങ്കുമില്ല, എല്ലാ സ്ഥാപനങ്ങളും പൂട്ടിയിരിക്കുന്നു. ഇയാൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ആ അപ്പാർട്ട്മെന്റ് വിറ്റു, വാഹനം വിറ്റു, മൊബൈൽ ഫോണുകൾ, ഭാര്യയുടെയും ഭർത്താവിന്റെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെയാണ് ആദ്യത്തെ പരാതി പോലീസിന് ലഭിക്കുന്നത്. രാമമൂർത്തി നഗർ പോലീസ് സ്റ്റേഷനിൽ ആദ്യ പരാതി രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെയാണ്. പോലീസ് അന്വേഷിച്ചു. പോലീസ് വ്യാപകമായി
അറിയിപ്പുകൾ കൊടുത്തു. ഈ A&A ചിട്ടി ഫണ്ടിൽ നിക്ഷേപിച്ച ആളുകൾക്ക് തുക കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും വേഗം പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് 265 പേർ ആദ്യം വന്നു. അതിനുശേഷം 289 ആ പരാതികളുടെ എണ്ണം കൂടുന്നു. അപ്പോൾ 100 കോടിയും കടന്നുപോകും ഈ തട്ടിപ്പിന്റെ വ്യാപ്തി. പോലീസ് ഉടനെ തന്നെ ബംഗളൂരുവിലെ മകളുടെ വീട് സെർച്ച് ചെയ്തു. അവിടെ അപ്പനും അമ്മയും ഇല്ല, അവർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ഇതിന്റെ ആസ്തിയൊക്കെ എടുത്തായിരിക്കാം അവർ പഠിച്ചതും സെറ്റിലായതുമൊക്കെ. പക്ഷെ അവരെ ഇപ്പോൾ ഇതിനകത്ത് പ്രതി ചേർക്കാൻ നിർവാഹമില്ല എന്നാണ് കർണാടക പോലീസ് പറയുന്നത്. എന്നാൽ അടുത്ത് ഗോവയിലെ വീട്ടിൽ പോയി അവിടെയും അന്വേഷിച്ചു. അവിടെയും ഈ ടോമിയും ഷിനിയും എത്തിയിട്ടില്ല. അങ്ങനെയാണ് കേരളത്തിലേക്ക് ഇവർ വന്നിട്ടുണ്ടാകാം. കേരളത്തിൽ ആണല്ലോ ഇവരുടെ തായ്വേരുകൾ. അങ്ങനെ കേരളത്തിൽ എത്തിയപ്പോഴാണ് ഇയാളുടെ DYFI ചരിത്രവും അതുപോലെ തന്നെ അടിപിടി കേസും പിന്നെ പണത്തോടുള്ള ആർത്തിയും ഒക്കെ പോലീസിന് വ്യക്തമാകുന്നത്. 2 വർഷം മുമ്പ് ടോമി നാട്ടിൽ വന്നപ്പോഴും അത്യാഡംബര കാറിലാണ് വന്നത്. എപ്പോഴും പതിവായി വരുന്നത് അങ്ങനെ തന്നെയാണെന്ന് നാട്ടുകാർ ഓർത്തെടുക്കുന്നു. നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമാണ്, പക്ഷെ നാട്ടുകാരോടൊന്നും വലിയ അടുപ്പം കൂടിയിരുന്നില്ല. ഇദ്ദേഹത്തിന്റെ സഹോദരനും പറയുന്നത് കുടുംബവുമായും അത്ര വലിയ അടുപ്പമൊന്നും ഇല്ല. ഒരു സാധാരണ കുടുംബമായിരുന്നു ടോമിയുടേത്. പക്ഷെ ടോമി A&A ചിട്ടി ഫണ്ടൊക്കെ തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഈ കുടുംബം മെച്ചപ്പെട്ടു. സാമ്പത്തികമായി വലിയ അഭിവൃദ്ധിയിലേക്ക് പോയെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. നാട്ടുകാർ പോലീസിന് മൊഴിയും നൽകിയിട്ടുണ്ട്. ഇനി ടോമി എവിടെയായിരിക്കും? ടോമി അയാളുടെ മകൻ കാനഡയിലുണ്ട്. കാനഡയിലേക്ക് മുങ്ങിയതായിരിക്കാമെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അപ്പോൾ എയർപോർട്ട് രേഖകൾ പരിശോധിക്കുന്നുണ്ട്. ഏത് എയർപോർട്ട് വഴിയാണ് ഇവർ പോയത്? അപ്പോൾ കൊച്ചി നെടുമ്പാശ്ശേരി വഴിയാണോ പോയിട്ടുള്ളത്, ബംഗളൂരു വഴിയാണോ പോയിട്ടുള്ളത്, ഇത്യാദി കാര്യങ്ങളൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 മാസം ടോമിക്ക് പ്ലാൻ ചെയ്യാനുള്ള അവസരമായിരുന്നു. കാരണം ഈ 70 ലക്ഷം മെച്യൂരിറ്റി വന്ന ഈ ലക്ഷക്കണക്കിന് തുക ആളുകൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ചിട്ടി കമ്പനി പൂട്ടേണ്ടി വരും. പിന്നെ ഇനി പുതിയ പ്ലാനും പദ്ധതിയൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ പ്രായമായി. ഇനിയിപ്പോൾ ഇത് ചെയ്തു വച്ചുകൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ ആളില്ല. മക്കളൊക്കെ മൂന്ന് വഴിക്ക് പോയത് കൊണ്ട് ഇനി ജീവനക്കാരെ വെച്ച് മുന്നോട്ട് ഓടിച്ചു കൊണ്ടുപോവുകയും നഷ്ടമെന്നല്ല, നടത്തിക്കൊണ്ടുപോകാൻ പാടാണ്. മുത്തൂറ്റ് പോലെയോ അതുപോലെ ഓടിച്ചു കൊണ്ടുപോകാൻ ഒരു പ്രാപ്തി ടോമിക്കില്ല. ടോമി ഒരു തട്ടിപ്പുകാരനും സമ്പന്നതയിൽ മാത്രം പണത്തിൽ മാത്രം വ്യഗ്രത പൂണ്ടിരുന്ന വ്യക്തിയായതുകൊണ്ട് പണം കയ്യിൽ കിട്ടിയപ്പോൾ മുങ്ങുകയല്ലാതെ മറ്റു മറ്റൊരു അടിച്ചുപൊളിക്ക് വഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സർവമാന നിക്ഷേപകരെയും കബളിപ്പിച്ച് ഇയാൾ വിമാനം പറന്ന് നേരെ കാനഡയിലെത്തിയെന്നാണ് കർണാടക പോലീസ് സംശയിക്കുന്നത്. ആ വഴിക്കും അന്വേഷണം നീളുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി ടോമിയെ ഇവിടെ കൊണ്ടുവരും, അണ്ടർ അറസ്റ്റ് ചെയ്യും, അതായത് പിടിച്ചകത്താക്കും എന്ന് ചുരുക്കം. ടോമി തട്ടിച്ച 100 കോടി രൂപയും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഇനിയും തൃശങ്കുവിലുള്ള ചോദ്യങ്ങളാണ്.